ലൈംഗികാതിക്രമം ആരോപിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. ഷിംജിത വീഡിയോ ചിത്രീകരിച്ചതിൽ മനംനൊന്താണ് ദീപക് ആത്മഹത്യ ചെയ്തതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ബസ്സിലെ CCTVയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഷിംജിതയുടെ ഫോണിൽ നിന്ന് വീഡിയോ ദൃശ്യങ്ങൾ ലഭിച്ചു. മാനഹാനിയുണ്ടായി എന്ന് പറഞ്ഞെങ്കിലും ഷിംജിത പോലീസിൽ പരാതി നൽകിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഷിംജിതയുടെ ജാമ്യാപേക്ഷ ശനിയാഴ്ച പരിഗണിക്കും. കുന്നമംഗലം കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. ഷിംജിത ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ദീപകിനെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെ 7ഓളം വീഡിയോകളാണ് ഷിംജിത ചിത്രീകരിച്ചിട്ടുള്ളത്. അവയിൽ പലതും പലപ്പോഴായി ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇരുവരും സഞ്ചരിച്ചിരുന്ന അൽ അമീൻ ബസ്സിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. CCTV ദൃശ്യങ്ങളും പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നു. എന്നാൽ ഷിംജിത ആരോപിച്ചതുപോലെ അസ്വാഭാവികമായി ഒന്നും തന്നെയില്ലെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ബസ്സിൽ യാത്ര ചെയ്യുന്നവരും ബസ് ജീവനക്കാരും ഇത് സംബന്ധിച്ച് യാതൊരു പരാതിയും നൽകിയിട്ടില്ല. സംഭവത്തിന് ശേഷം വളരെ സ്വാഭാവികമായിട്ടാണ് ഷിംജിതയും ദീപക്കും ബസ്സിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതെന്നും പോലീസ് പറയുന്നു. ഇത്തരത്തിൽ അതിക്രമം നേരിട്ടാൽ പോലീസിൽ പരാതിപ്പെടുകയാണ് വേണ്ടത്. എന്നാൽ ഷിംജിത പരാതി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ദീപകിനെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഷിംജിത വീഡിയോ ചിത്രീകരിച്ചതെന്നും പോലീസ് പറയുന്നു. ഷിംജിതയ്ക്ക് ജാമ്യം നൽകരുതെന്നും റിമാൻഡിൽ വിടണമെന്നുമാണ് പോലീസ് ആവശ്യപ്പെടുന്നത്.